നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതിനുള്ള ഉത്തരം ലച്ചുന് തരാൻ ആ ഇരിക്കുന്ന മനുഷ്യനെ കഴിയൂ. എനിക്ക് കഴിയില്ല. ചെല്ല്, ഞാൻ നിൽക്കുന്നില്ല. ഓം നമഃ ശിവായ. ഞാന് കുട്ടിയെ കാണാനാ ഇങ്ങോട്ട് വന്നത്. ശാസ്ത്രികൾ എന്നെ കാണാനോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശ്രീദേവിയുടെ മകന്റെ കല്യാണം ഞാൻ കുറിച്ച മുഹൂർത്തത്തിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിച്ചതാ. പക്ഷേ എന്റെ ആ പ്രവചനം എന്തോ തെറ്റി. കുട്ടിക്കെല്ലാം അറിയാവുന്നതല്ലേ. വീണ്ടും അങ്ങ് കുറിച്ച മുഹൂർത്തത്തില് വിവാഹം നടക്കില്ലേ? അതിനു മുമ്പ് എന്തുകൊണ്ടാണ് അന്ന് ആ കല്യാണം പെരുവണ്ണാപുരത്തമ്മ തടഞ്ഞതെന്ന് കുട്ടി മനസ്സിലാക്കണം. സഞ്ജു ആദ്യം താലി കെട്ടിയത് കുട്ടിയുടെ കഴുത്തില. അത് പെരുവണ്ണാപുരത്തമ്മയുടെ ഇംഗിതമായിരുന്നു. മുഹൂർത്ത സമയത്ത് 2 പെൺകുട്ടികളുടെ കഴുത്തിൽ സഞ്ജുവിന് താലി കെട്ടാൻ കഴിയാതിരുന്നത് കുട്ടിയുടെ കഴുത്തിൽ അവൻ ദേവിയെ സാക്ഷി നിർത്തി കെട്ടിയ ഈ താലി കിടന്നതുകൊണ്ടാണ്. കുട്ടിയുടെ കഴുത്തിൽ ദേവീ കടാക്ഷമുള്ള ഈ താലി കിടക്കുന്ന കാലത്തോളം സ്വാതി എന്നല്ല ഒരു പെണ്ണിന്റെ കഴുത്തിലും സഞ്ജുവിന് താലി കെട്ടാനാവില്ല. അരുതേ, അങ്ങനെ സംഭവിക്കരുത്. ഞാൻ ജീവിക്കുന്നത് പോലും ചേച്ചിയുടെ അദ്ദേഹത്തിന്റെ വിവാഹം നടന്നു കാണാനാ. എന്റെ കഴുത്തിൽ അദ്ദേഹം താലി കെട്ടിയെങ്കിലും ഞാൻ അദ്ദേഹത്തെ ഭർത്താവായിട്ട് ഈ നിമിഷം വരെ കണ്ടിട്ടില്ല. അദ്ദേഹം ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടുന്ന നിമിഷമായിരിക്കും എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. പരമശിവനും ശ്രീപാർവതിയും പോലെയാ എനിക്കവര് 2 പേരും. ഞാൻ ചെയ്യുന്ന തപസ് അവരുടെ കല്യാണം. എന്റെ കണ്ണുകൾ കൊണ്ട് എനിക്കത് കാണണം. അതിനെനിക്ക് സാധിച്ചില്ലെങ്കിൽ ഞാൻ ജീവിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ലാതായി പോവും. അവരുടെ കല്യാണം നടക്കണം. ഞാൻ ഈ താലി അണിഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ മോഹിച്ചല്ലെന്ന് അങ്ങേക്കറിയില്ലേ? അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനാണെന്ന് അങ്ങ് തന്നെ എന്നോട് പറഞ്ഞത്. ഒരിക്കൽ താലിമാല കുളത്തിൽ വീണപ്പോ ഞാൻ വല്ലാതെ ഭയന്നു പോയി. അതെനിക്ക് തിരിച്ചു കിട്ടിയപ്പോഴാ മനസ്സിന് ആശ്വാസമായത്. ഇനി ഞാൻ ഈ താലിമാല അഴിച്ചാൽ അവരുടെ വിവാഹം നടക്കുള്ളൂ എങ്കിൽ ഞാനത് ചെയ്യും. മഹാദേവന്റെ മുന്നിൽ വെച്ച് ഞാനത് ചെയ്യാം. അരുത്. കുട്ടിയായിട്ട് ആ താലിമാല അഴിച്ചു മാറ്റാൻ പാടില്ല. അത് ദേവി പൊറുക്കില്ല. സർവനാശമായിരിക്കും ഫലം. പിന്നെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഈ വിവാഹം നടന്ന് കണ്ടേ പറ്റൂ. പരിഹാരമായി ചെയ്തതിലൊന്നും ദേവി തൃപ്തയല്ല. സഞ്ജുവിന് മനസ്സുകൊണ്ട് കുട്ടി ആഗ്രഹിക്കാത്ത നിലയ്ക്ക് കുട്ടിയുടെ പ്രാർത്ഥന ദേവിക്ക് കേൾക്കാതിരിക്കാനാവില്ല. കല്യാണ ദിവസം രാവിലെ കുട്ടി പെരുവണ്ണാപുരത്തമ്മയുടെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കണം. ഉള്ളിന്റെ ഉള്ളിൽ ഒരു നിമിഷത്തേക്ക് കുട്ടി സഞ്ജുവിനെ ഭർത്താവായി മോഹിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ പ്രാർത്ഥന ദേവി കേൾക്കില്ല. മറിച്ചാണെങ്കിൽ ദേവി ഒരു പരിഹാരം കുട്ടിക്ക് അവിടെ വെച്ച് തന്നെ കാണിച്ചു തരും. എന്ത് മണ്ടത്തര നീ കാണിച്ചത്? കൂടെ ആരും ഇല്ലാതെയാണോ നടക്കാൻ പരിശീലിക്കുന്നത്? ഞാൻ വീണ താങ്ങാൻ ഈ കൈകളുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. എന്നും ഈ കൈകളുണ്ടായിരുന്നു. നീ അത് മനഃപൂർവ്വം അകറ്റി നിർത്തിയതല്ലേ?
സഞ്ജുവിന് എന്നോടുള്ള സ്നേഹം ഞാൻ അറിയാതെ പോയതല്ല. പക്ഷെ സഞ്ജു ജീവനെടുക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കാതെ പോയി. സഞ്ജുവായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചപ്പോൾ ഞാൻ കരുതിയത് അത് നടക്കുമെന്നായിരുന്നു. സഞ്ജു അവിടെ വെച്ച് മരിക്കുമെന്ന് അമ്മ പറഞ്ഞപ്പോ അവൾ എന്നെ ഇറക്കി വിടാൻ പറയുന്നതായി ഞാൻ കരുതി. നിന്റെ പിടിവാശി എന്നെ തകർത്ത് കളഞ്ഞത്. ഇനിയും അതോർത്ത് വിഷമിക്കണ്ട. സ്വർണം ഉരുകിയൊരുക്കിയല്ലേ മാറ്റുകൂടുന്ന നമ്മുടെ പ്രണയം അങ്ങനെ പത്തരം മാറ്റായതാ. ഇനി സഞ്ജു ഇല്ലാതെ എനിക്കൊരു നിമിഷം പോലും ഇല്ല. ഭൂമിയില് എന്നോട് ശപിക്കപ്പെട്ട പെണ്ണ് വേറെ ഇല്ലെന്ന് എത്രയോ രാത്രികളിൽ ഞാൻ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നു, എന്നോളം ഭാഗ്യം ചെയ്ത പെണ്ണ് ഈ ഭൂമിയിൽ മറ്റാരുമില്ല. അമ്മ എനിക്ക് ജീവിതവും സഞ്ജുവിനെ തിരിച്ചു തന്നത്. അവളുടെ കണ്ണീരിന് മുമ്പിൽ എല്ലാം മറന്ന് ഞാൻ വരാതിരുന്നെങ്കിൽ ഇതുപോലെ ഞാൻ നടന്നതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? ഇനി അതെല്ലാം മറന്നേക്ക്. നാളെ ഈ സമയം നമ്മൾ ഒരുമിച്ചുണ്ടാവും മംഗലശ്ശേരിയില്. ഈ കഴുത്തിൽ എന്റെ പ്രണയമുദ്രയും ഉണ്ടാവും. ഇതൊരു സ്വപ്നമാണെന്ന് പോലും എനിക്കിപ്പോ തോന്നിപ്പോവുക. ഇന്ന് എത്ര വട്ടമാണെന്നോ ഞാൻ എന്റെ കൈത്തണ്ടയിൽ നുള്ളി നോക്കിയത്. സഞ്ജു വരുന്നതിന് മുമ്പ് ഞാൻ നടക്കാൻ ശ്രമിച്ചതും എന്നെ സ്വയം വിശ്വസിപ്പിക്കാൻ വേണ്ടിയാ. നിങ്ങള് ചന്ദ്രകാന്തത്തിലേക്ക് ഇന്ന് പോകുന്ന മംഗലശ്ശേരിയിൽ എല്ലാവരും വിചാരിച്ചത്. തിരുമേനിയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് എന്റെ ആഗ്രഹം. എനിക്ക് പുനർജന്മം കിട്ടിയത് ഇവിടെ വെച്ചല്ലേ. അപ്പൊ ഇത് തന്നെ എന്റെ വീട്. ഇവിടെ നിന്ന് വേണം ഞാൻ കതിർമണ്ഡപത്തിലേക്ക് വരാൻ. ശരിയല്ലേ സഞ്ജു? അതെ. ജീവിതത്തിൽ ഒരിക്കലും മൂസ് തിരുമേനെയും ഗോവിന്ദനെയും നമുക്ക് മറക്കാനാവില്ല. നിനക്ക് മാത്രമല്ല, എനിക്കും പുനർജന്മം തന്നത് ഈ മനയാ. അച്ഛൻ ഫോണിലൂടെ കുറച്ചു പേരെ ക്ഷണിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടുകാരായി വരുന്നത് ഇവിടെ ഉള്ളവരാ. ഈ മനയുമായി എന്നും എനിക്കൊരു ആത്മബന്ധം ഉണ്ടാവും. നിന്റെ ഈ ആഗ്രഹം സാധിക്കാനാ എന്റെയും പ്രാർത്ഥന. ഗോവിന്ദിലൂടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.